തമ്പ്രാട്ടി. ആ പകയൻ തലപൊക്കിയൊരു നോട്ടം. അപ്പോൾ ആളൊരു പുള്ളിയാണല്ലോ. പുള്ളിയാണെന്നോ? അയാളുടെ അരിയത്തെ അയാളുടെ തന്തിയും തള്ളി, ഇപ്പുറത്തെ എന്റെ അപ്പനും അമ്മയും. എന്നിട്ടേ ആ പകയൻ ഇങ്ങനെ ഒരു കാണിപ്പ്. അങ്ങനെ കാണിച്ച എന്താ നീതി? അയാൾക്ക് എന്നെ ഇഷ്ടായിന്ന്. നിനക്ക് അയാളെ പിടിച്ചോ? ശരിക്കും കാണാൻ നല്ല ചന്തമുണ്ടോ? ആ ആനക്കാരന്റെ അത്ര ചന്തമൊന്നുമില്ലേ? ഓ, ആനക്കാരൻ അത്ര ചന്തോ? കൊറേ നാളായിക്കൊണ്ട് ഞാൻ കാണുന്നുണ്ട്. പാത്തും പതിഞ്ഞൊരു നിപ്പും ഒരു നോട്ടോ പോടി. ആനയെ കുളിപ്പിക്കാൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം, ഇങ്ങനെ ഒരു പെണ്ണ് ജീവനും കളഞ്ഞ് നിപ്പാണെന്ന്. അയ്യോ നീലി, വേണ്ട തരത്തിലൊന്നും പോവില്ലേ? ഞാൻ അല്ലെങ്കിൽ തന്നെ പേടിച്ചിരിക്കുക. നീ ആരോടെങ്കിലും പറയുമോ? ഇല്ല അമ്പ്രാട്ടി, സത്യം സത്യം. പാതിരാ നേരത്താ ഞാൻ ഉറങ്ങുമായിരുന്നു. അപ്പോഴുണ്ടൊരു പാട്ട് ഇവിടുന്ന് ദൂരെന്ന്. പതുക്കെ എണീറ്റ് നടന്നു. പിന്നാണ് നീലി, ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്കെന്നെ ഓർമ്മയില്ല. പാട്ട് കേട്ട ദിക്കിലെ എന്നെ അറിയാതെ ഞാൻ നടക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ കുറേ ദൂരം നടന്നു. പാട്ട് തീർന്നപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഞാൻ എവിടാ നിൽക്കണമെന്നോ? എവിടെയാ? മനപ്പറമ്പില്. ആഹാ, അപ്പോ പാട്ട് പാടിയത് ആനക്കാരൻ. എന്താണ് പണി കഥയ്ക്കുന്നത്? പാമ്പ്. ഞങ്ങൾ ഓടി. നാളത്തിന് തെണ്ടി നടക്കാൻ കണ്ട നേരം ഓടിയാതെ. എടി പെണ്ണേ, നിന്നെ കാണാൻ വന്നവരൊക്കെ പോയോ? അവർക്ക് നിന്നെ പിടിച്ചോടി? അമ്മേ, പിടിച്ചു. നിനക്കാണോ അതിന്റെ നിശ്ചയം? നേരാണമ്മേ. ചെറുക്കൻ നീലിയെ നോക്കി ഇങ്ങനെ കാണിച്ചു. കടിഞ്ഞ പൊട്ടി തന്നെ. അമ്മയും ആരും ജീവിച്ചിരിപ്പില്ല. ഇല്ല, ദൈവം പറഞ്ഞു വെച്ചതാ മോനെ നിന്നെ ഇങ്ങോട്ട്. നീ വരാൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ എനിക്കത് ആലോചിക്കാൻ കൂടെ വയ്യ. 5000 രൂപ മോഹിച്ചു മാത്രമല്ല, ഒരു ആനയുടെ ജീവൻ രക്ഷിക്കാൻ ഒന്ന് ശ്രമിക്കാമല്ലോ എന്ന് കൂടി വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നീ വന്നത് എന്റെയും ഗോപിയുടെയും ഭാഗ്യം. നീ എന്നെ ഒരു അന്യനായി കണക്കാക്കരുത്. ഒരിക്കലുമില്ല. നമ്മളൊന്നാ. ഞാനും ഒരാനക്കാരനാ, നീയും ഒരാനക്കാരൻ. മതി മതി, വയറ് നിറച്ചുണ്ണണം. ഈ ആനപ്പണി എന്ന് പറഞ്ഞാലേ കുറച്ച് ഊക്ക് വേണ്ട പണിയാ. ഊണ് കഴിക്കാൻ ഇരുന്നാലും വയറ് നിറഞ്ഞിട്ട് ഞാൻ നിർത്താറുള്ളൂ. നീ ആ കൂട്ടാനെടുത്തും കൂടെ വെറുതെ. അപ്പോ അച്ഛനും ആനക്കാരനായിരുന്നു അല്ലേ? അദ്ദേഹമാണല്ലോ ഹസ്തിശാസ്ത്രവും മാതംകളിയിലും ഒക്കെ പഠിപ്പിച്ചത്. എനിക്ക് അങ്ങനെ മനസ്സിലായി മാതംകളിയിലെ പഠിച്ചവനാന്ന്. ചക്കയുടെ ചുള വഹിക്കണ പോലെ അല്ലേ അന്ന് ഗോപിയെ കയ്യിലെടുത്തത്? കൊച്ചു മിടുക്കാൻ. കേട്ടോ കേശവ, എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. എന്തിനാ അധികം? കേശവനൊരു പുതുമ കേൾക്കണം. ചെറുപ്പത്തിലേ ഇവള് നമ്മുടെ ഗോപിയെ കൊല്ലാൻ ഭാവിച്ചില്ല. നേരോ? ഗോപിയെ ഞാൻ അന്ന് തളച്ചിരുന്നൊരു സംശയം. ഈ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ മനപ്പറമ്പിച്ചിരുന്നു. അപ്പൊ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ഇവളിൽ ആ സിന്ദൂരത്തെപ്പിനകത്ത് ഉറുമ്പിനെയും പിടിച്ചിട്ടുകൊണ്ട് ആനയുടെ അടുത്ത് നിൽക്കുന്നു. ഞാൻ ചെല്ലുമ്പോ
ഈ ഉറുമ്പിനെ പിടിച്ച് ആനയുടെ തുമ്പിക്കൈയിലേക്ക് ഇടാൻ പോകണു. എന്നിട്ട് ഞാൻ ആ സിന്ദൂരിനൊപ്പം മേടിച്ച് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് ഉള്ള തലക്കിട്ടുണ്ട് അടിയും കുറച്ച് പറഞ്ഞു. പെണ്ണിപ്പോ കടലാസിലാ സിന്ദൂരം പൊതിഞ്ഞ് വെക്കണത്. ആ അത് മതി. അവളിപ്പോ നീലങ്കാവിലെ പൂരത്തിന് പോണെന്ന് പറഞ്ഞാ നിക്കണത്. അടി കൊള്ളൂന്ന് പറഞ്ഞേക്ക്. പ്രായമായ പെണ്ണ പൂരം താല്പര്യം കണ്ട് നടന്നാ മതിയല്ലോ. ഞാൻ പറഞ്ഞു. നാളെ നീലങ്കാവില് കൊടിയേറ്റമാണ്. ഗോപിയാ കൊടിമരം കയറ്റുന്നത്. നീലങ്കാവിലേക്ക് ഗോപിയുടെ കൂടെ എനിക്കൂടെ വന്നാക്കൊള്ളാന്നുണ്ട്. കേശവൻ തിരുമേനിയോടൊന്ന് പറഞ്ഞാൽ. പറയാമല്ലോ. ശങ്കരനേരം വന്നോളൂ. ആരാത്? മുഹമ്മദാണ്. അപ്പളേ ഈ ഭരിത്തന്മാർക്ക് മാത്രമേ ഉള്ളൂ ചോറ്, ഈ നാട്ടുകാർക്ക് ആയിരിക്കില്ലേ? മുഹമ്മദേ വാ, ഊണ് കഴിച്ചിട്ട് വാ. ഏയ് നമ്മൾ നായന്മാരെ തൊട്ട് തിന്നൂല, നമ്മൾ പട്ടനാണ്. പപ്പടം ഉണ്ടോ? മോളെ 2 പപ്പടം ഉപ്പേരി എടുത്ത് ആ പട്ടന് കൊടുക്ക്. ആ പതുക്കെ പപ്പടം പൊടി 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 പൊടി. ആ അല്ല, ഞമ്മക്കപ്പൊ ഈ വെറും കാലി പപ്പടവും ബായ്ക്കും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പൊരിച്ചതും കരിച്ചതും ഒക്കെ ആയിരിക്കാണ്. ആ ഞമ്മക്ക് ഇതൊക്കെ തരാൻ ഒരാള് വരും. എങ്കിലും 5000 രൂപയ്ക്ക് വേണ്ടി ഇത് ചെയ്തല്ലോ. പണം ആഗ്രഹിച്ചല്ല അമ്മാൾ. എന്റെ അച്ഛൻ മരിച്ചപ്പോ ഞങ്ങളുടെ മനക്കേലെ ആന എത്ര ദിവസം ഒരു വക കഴിക്കാതെ ഒരേ നില നിന്നറിയാമോ? കണ്ണീരിന് കണ്ണീരും കരച്ചിലും. എനിക്ക് പോലും അത്ര ദുഃഖം ഉണ്ടായില്ല എന്ന് തോന്നുന്നു. മനുഷ്യനേക്കാൾ സ്നേഹം ആനയ്ക്ക്. സംശയമുണ്ടോ? എന്റെ അച്ഛൻ മരിച്ച ദുഃഖത്തിൽ ആ ആനയും ചത്തുപോയി. കഷ്ടം. എന്റെ അമ്മ നന്നേ ചെറുപ്പത്തിലേ മരിച്ചുപോയി. സത്യത്തിൽ എന്നെ വളർത്തിയത് ആ ആനയായിരുന്നു. ഊണും കുളിയും എല്ലാം ഒരുമിച്ച് തന്നെ. ആ ആന ചരിഞ്ഞപ്പോൾ എനിക്ക് നാട് വിടണമെന്ന് തോന്നി. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ. ഈ നാട് ഇഷ്ടമായോ? പിന്നില്ലാതെ. നല്ല മനുഷ്യർ, ഭംഗിയുള്ള പ്രദേശം, ഭാരതപ്പുഴ, പിന്നെ 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 പാട്ട് കേട്ടാൽ ഉറക്കത്തിൽ ഇറങ്ങി നടക്കുന്ന പെൺകുട്ടികൾ. അമ്മാളു, എനിക്ക് ഉത്സവത്തിന് പോകാൻ എന്ത് സന്തോഷമായിരുന്നോ. ഇപ്പോ ഇവിടം വിട്ട് പോകാൻ തോന്നുന്നില്ല. എന്തേ? ഉത്സവം കഴിഞ്ഞാൽ ഉടനെ വരുമോ? ആ നിമിഷം ഞാൻ കാത്തിരിക്കും. എന്റെ മനസ്സ് കാവലിരിക്കും. ഞാൻ പോട്ടെ.